ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണം. നമ്മളുടെ ക്യാരക്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളെ കാര്യങ്ങൾ നമുക്കിപ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഏത് രീതിയിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ എന്തായാലും നമുക്കൊരു ചേഞ്ച് വേണം. നമ്മൾ ഇങ്ങനെ പോയാൽ പറ്റില്ല നമ്മളെല്ലാവരും ചിന്തിക്കൂലേ. പക്ഷേ ചിന്തിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് നടക്കാറില്ല. നമ്മളെ ലൈഫിൽ ഒരു പ്രോഗ്രസ് വേണം, നമുക്കൊരു ലൈഫിൽ ഒരു കാര്യം നേടിയെടുക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പറ്റില്ല. അപ്പം നമ്മൾക്ക് നല്ല ദേഷ്യമുണ്ട്, നമ്മൾ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ ദേഷ്യം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കും. അതുപോലെ ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ചിട്ട് കുറച്ചൊന്ന് പ്രൊഡക്റ്റീവ് ആവണം എന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. നമ്മളാരും ചില സമയം ഒന്നോ രണ്ടോ വട്ടം നമ്മൾ ട്രൈ ചെയ്യും, പിന്നെ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റാറില്ല. നമ്മളെല്ലാവരും അതവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഈ ഒരു അവസാനമായില്ലേ, ഒരു സമയത്ത് നിങ്ങളിത് ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു 3 points ആണ്. ഈ പോയിന്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വം ആവാൻ വേണ്ടിയിട്ട്, നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള, ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് കണ്ടു. ഇപ്പോൾ ഞാൻ 2-3 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. എൻ്റെ ലൈഫിലേക്ക് ഒരു നല്ലൊരു തിങ്കിങ് വരാൻ, നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസം ആവാൻ, ഒരു ജീവിതമാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ജേർണി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതിൽ പറയാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളും നിങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വർഷം അവസാനം തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കാനുള്ള ഒരു 3 പോയിന്റ് ആട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെല്ലാവർക്കും ഒരുപാട് ഡ്രീം ഉണ്ട്. ഞാൻ ഇങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനെ ആയിരിക്കണം, ഒരു ദിവസം ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഡ്രീം കാണെങ്കിലും പക്ഷേ അത് സാധിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. പലപ്പോഴും ലേസിനെസ്സും മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കുകയും അത് മാറ്റാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അത് റെഗുലറായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ, അത് ഒരു ക്ലാരിറ്റി, നമ്മുടെ ലൈഫിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്താണ് നമുക്ക് വേണ്ടുന്നത് എന്നുള്ളൊരു വിഷൻ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം. അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആവരുത്. നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇന്ന് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നാളെ വേറെ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. നമുക്ക് തന്നെ ഒരു പിടുത്തം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അപ്പം അങ്ങനെ പോകണം തന്നെ ഭയങ്കര മടുപ്പായിരിക്കും ലൈഫ് അല്ലേ. അപ്പം നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, നമുക്ക് ഇനി എന്താണ്, നമുക്കൊരു മാറ്റം എന്താണ് വേണ്ടത് എന്നുള്ളത്. ചില ആൾക്കാർ രാവിലെ എഴുന്നേൽക്കാതെ ലേറ്റായൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അത് അവരെ ഒരുപാട് ബാധിക്കുന്നുണ്ടാവും. അവർ സ്കൂളിൽ പോകുന്നതാണെങ്കിലും കോളേജിൽ പോകുന്നതാണെങ്കിലും എന്ത് കാര്യത്തെയാണെങ്കിലും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വ്യക്തിക്ക് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യത്തെ എടുക്കാനാണ് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ 1-2 ദിവസം ചെയ്യുന്നുണ്ടാവും, പിന്നെ അത് സ്റ്റോപ്പായി പോകുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളുടെ ലൈഫിലേക്ക് എന്താണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതാദ്യം നമ്മൾ ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കണം. നമുക്ക് ആദ്യം എന്താണ് നമ്മുടെ ലൈഫിലൊരു ചേഞ്ച്, നമ്മുടെ സെൽഫിലൊരു ചേഞ്ച് കൊണ്ടുവരേണ്ടതെന്ന്. ഇനി വരുന്ന ഇയറുകളിൽ നമ്മുടെ ജേർണിയിൽ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാകണം. അതൊരു നല്ലൊരു ഗുഡ് ഹാബിറ്റായിട്ട് എൻ്റെ കൂടെ വേണമെന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുക. അതായത് ആ ഒരു ക്ലാരിറ്റി നമ്മളിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരാം കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഇപ്പം എൻ്റെ ആവശ്യം ചിലപ്പം അതായിരിക്കില്ല, എൻ്റെ ആവശ്യം വേറൊരു കാര്യമായിരിക്കും. അപ്പം എനിക്കാണ് എന്നിലെ ക്ലാരിറ്റി വേണ്ടത്, എനിക്ക് എന്താണ് ഒരു ചേഞ്ച് വരുത്തേണ്ടത് എൻ്റെ ലൈഫിൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയാണ് ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ വയ്ക്കും നമ്മൾ ഫോൺ എഡിക്റ്റ് ആണെങ്കിൽ അതിനെപ്പറ്റി നാളെ മുതൽ ഫോൺ ഇതാക്കില്ല, അതുപോലെ ജേണൽ റൈറ്റ് ആണെങ്കിൽ അന്നു പിന്നെ നാളെ മുതൽ ജേണൽ റൈറ്റിംഗ് ചെയ്യാം. അങ്ങനെയല്ലാതെ നമ്മൾക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം, അത് ക്ലാരിറ്റിയോടുകൂടി ഒരു വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇത് മസ്റ്റായിട്ടും ഞാൻ മാറ്റിയിരിക്കുന്നുള്ളൊരു ക്ലാരിറ്റി ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം വരുന്ന കാര്യം കേട്ടോ. അവിടെ ലീസ്നെസ്സോ മടിയോ ഒന്നും ഉണ്ടാവരുത്. നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്തോ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി ഇത് ഞാൻ ക്ലിയർ ചെയ്യാൻ പോവാണ് എന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊരു മാറ്റം ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നമ്മൾക്ക് തന്നെ നമ്മളെ പഠിക്കുക, നമ്മളെ തന്നെ നമ്മളൊന്ന് അറിയുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമോ, പ്ലാനിങ്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്ലാനിങ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ഫോൺ അഡിക്റ്റ് ആയ ഒരാളാണെങ്കിൽ നമ്മൾ നാളെ മുതൽ ഫോൺ ഇത്ര സമയം കാണുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു വിട്ടു കേട്ടോ. പക്ഷേ നമ്മൾ ഒന്നുമില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ സ്ക്രീൻ ടൈം ചുമ്മാതെ നമുക്ക് കാണാൻ ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ചുമ്മാതെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമ്മളിങ്ങനെ ഫോൺ ചെയ്തു നമ്മളവിടെ മാറ്റി വയ്ക്കും. എന്നാലും നമ്മുടെ കൈ മെല്ലെ തപ്പി അതിലേക്ക് പോകില്ല.
അങ്ങനെ നമ്മളൊരു കാര്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഫോണൊക്കെ ഒരു ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡെയിലി എക്സസൈസ് എന്നാണ്, അങ്ങനെ എന്താണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ല എന്ത് കാര്യമാണെങ്കിലും നിങ്ങളത് നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ ഇന്ന രീതിയിൽ ചെയ്തിരിക്കും. ഫോണൊക്കെ കാണുകയാണെങ്കിൽ ഇന്ന് 1 മണിക്കൂറേ ഞാൻ കാണുള്ളൂ, അത് ഇന്ന ടൈമാണ്, ആ ടൈം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം കേട്ടോ. അതും കൂടെ വേണം. നമ്മൾ ലൈഫിൽ ഒരു തീരുമാനം എടുത്തു, നമ്മളത് ഇങ്ങനെ ആ ഒരു കുറച്ച് സമയത്തേക്ക് ഓളത്തിൽ പോകും, പിന്നെ അവിടെ നിർത്തും, അങ്ങനെയല്ല. അതിനുശേഷം നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ക്ലാരിറ്റിയോടെ നമുക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ അതിനെ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അത് മസ്റ്റായിട്ട് ചെയ്തു വരണം. എന്നാൽ മാത്രമേ നമുക്കിത് ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റും. ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഫോൺ എഡിറ്റ് കളയണം, അതേപോലെ എക്സസൈസ് റെഗുലറായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ ഒരു മോട്ടീവ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പിന്നീട് നമ്മളൊരു പ്ലാൻ തയ്യാറെടുക്കാൻ വേണ്ടത്. ആ പ്ലാനിങ് പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആൾ മുതൽ അങ്ങനെയല്ല. ടൈം, ഡേറ്റ്, ദിവസം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഇത്ര ടൈം എക്സസൈസ് ചെയ്യും, ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുള്ളൂ, അതിൽ നമുക്കൊരു ചീറ്റ് ഡേ ഉണ്ടെങ്കിൽ ഇന്ന ഡേക്ക് വേറെ എന്ത് ലഭിച്ചാലും നമ്മൾ കഴിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പെർഫെക്റ്റ് പ്ലാനിങ് ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നടക്കില്ല. ഞാൻ അതിൻ്റെ കാര്യം പറയാം. ഞാൻ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചിന്തിക്കും, പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഞാൻ ഇതേപോലെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇന്ന രീതിയിൽ ചെയ്യും, ഇന്ന രീതിയിൽ ചെയ്യും എന്നുള്ള പ്ലാനിങ് എന്നിലേക്ക് വന്നപ്പോഴാണ് കറക്റ്റായിട്ട് എനിക്കത് ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്തു നാളെ മുതൽ എക്സസൈസ് അങ്ങനെയല്ല. ഇത്ര ടൈമിൽ ഞാൻ എഴുന്നേക്കും, ഇത്ര ടൈമിൽ ഞാൻ ഇത് ചെയ്യുക, അങ്ങനെ കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളെ ലൈഫിലേക്ക് നമ്മളൊരു കാര്യത്തെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മസ്റ്റായിട്ടും ഇതേ രീതിയിലൊന്നും ഡ്രോ ചെയ്യണം. നമ്മൾ അതുപോലെ ഒന്ന് വരച്ച് വെക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. റെഗുലറായി തന്നെ ഇത് ചെയ്യണം. നമ്മൾ ഇന്ന ടൈം ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലൈഫിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന ദേഷ്യമാണെങ്കിൽ അതിപ്പോൾ 1-2 ദിവസം നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി ദേഷ്യം നമ്മൾക്ക് എന്തായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പാർട്ട്നേഴ്സോട് ആരോടെങ്കിലാണ് ദേഷ്യം പിടിക്കുക, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. എന്ത് വന്നാൽ നമുക്കറിയാം, നമ്മുടെ സിറ്റുവേഷൻ നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പം എങ്ങനെയായിരിക്കും വരിക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻസ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് നല്ല ബോധ്യമായിരിക്കും. എന്ത് വന്നാലും അതിനെ ഞാൻ ഈ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഞാനത് കൊണ്ടുപോകും എന്നുള്ളൊരു പ്ലാനിങ് ഉള്ളിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവിടെ നമ്മൾ വീണ് പോകും, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, ലൈഫിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളിലേക്ക് എടുക്കുന്ന ഒരു ചാലഞ്ച് തന്നെയാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പല ക്യാരക്ടറും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതേപോലെ നമ്മളൊരു ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ഫിനാൻഷ്യലി ഭദ്രത കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അവിടെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടൈറ്റായി പിടിക്കേണ്ടതൊക്കെ വരും. എന്താണെങ്കിലും ഇത് നമ്മുടെ ലൈഫിലെ ചാലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. നമുക്കത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ മൂന്നാമത് പറയുന്നത് ഞാൻ ഒരു 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അത് നമ്മളെ ഹാബിറ്റ് ആക്കുക. അത് എന്താണെങ്കിലും നമ്മൾ റെഗുലറായി ചിലപ്പോൾ മടി വരാം, ചിലപ്പോൾ എക്സസൈസ്, അതുപോലെ ഡയറ്റ് കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആണെങ്കിൽ ദേഷ്യം കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതാണെങ്കിലും നമ്മൾക്ക് ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പൊട്ടിത്തെറിച്ച് ദേഷ്യമുള്ള ഒരാൾ ഒരു ദിവസം പൊട്ടിത്തെറിച്ച് പിറ്റേ ദിവസം ഓക്കെ അങ്ങനെയല്ല. നമ്മുടെ മൈൻഡിൽ ആ പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളത് ഹാബിറ്റ് ആക്കാൻ വേണ്ടി റെഗുലറായിട്ട് ഇനി എന്ത് വന്നാലും നമ്മളത് കണ്ടിന്യൂ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ചേഞ്ച് നടക്കില്ലെങ്കിൽ നമ്മളത് അവിടെ വീണ് പോകും. പിന്നീട് നമ്മൾ ബ്രേക്ക് എടുക്കാതെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഇന്ന് പോട്ടെ, സാരമില്ല ഇനി ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പം ഫോൺ അഡിക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫോൺ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പോട്ടെ, ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരികയും ഞാൻ ദേഷ്യം പിടിക്കാൻ ഓട്ടെ ഇന്ന് എനിക്ക് വയ്യ, അത്രയ്ക്ക് ദേഷ്യമുണ്ട്, അത് പറഞ്ഞ് തീർക്കട്ടെ, അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാതിരിക്കുക. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് അത് അഡാപ്റ്റ് ആവില്ല, നമ്മുടെ ലൈഫിലേക്ക് അത് വരില്ല, അതൊരു ഹാബിറ്റ് ആവില്ല. നമ്മൾ എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും നമ്മൾ പിടിച്ച ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ നിൽക്കുക, നമ്മൾ പിടിച്ച നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ നിൽക്കുക. അന്ന് നമുക്ക് അങ്ങോട്ടത് കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ശരിക്കും നോർമലി പറയും 21 ദിവസം ആണ് കണക്ക് പറയും. നമ്മൾ എന്ത് കാര്യം റെഗുലറായിട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ അതേ ഹാബിറ്റ് ആവുന്നുള്ളത്. അങ്ങനെ റെഗുലറായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. പിന്നെ
ഈ കാര്യം എല്ലാം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയാം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് ഇഷ്ടം. എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതിലൊരു ഇഷ്ടം ഉണ്ടാവണം. ഞാൻ എന്നൊരു പേഴ്സണാലിറ്റി അത്രയും നല്ലൊരു ക്യാരക്ടർ ആവണം, എൻ്റെ സെൽഫ് അത്രയും നല്ലതായിരിക്കണം, എൻ്റെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം. ഈ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോഴുണ്ടല്ലോ, നമ്മളെ എൻവിറോൺമെൻറ്റിൽ നമുക്കൊരു ഭയങ്കര പീസായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമുക്കിനി കഷ്ടം വന്നു കഴിഞ്ഞാലും നമ്മളിങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളത് ഹാബിറ്റായി നമ്മളിങ്ങനെ അത് ശീലിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കഷ്ടം വന്നാലും നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാനോ പെട്ടെന്ന് പറ്റും കേട്ടോ. നമുക്കതിൻ്റെ ആ ഒരു സുഖം അപ്പോഴാണ് അറിയാൻ പറ്റുക. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക, ഇത് കഷ്ടത്തോടെ ചെയ്യുന്നത്. ഇപ്പോൾ ഫോൺ മാറ്റി വയ്ക്കുക എന്നുള്ളത് ഒരാവശ്യമാണ്. ഞാൻ ഭയങ്കര എഡിക്റ്റ് ആണെന്ന് തോന്നിയിട്ട് ആവശ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മൈൻഡ് അതിലുള്ള കാണാനുള്ള ആഗ്രഹങ്ങളോടാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതൊരു ഇഷ്ടം കൊണ്ടല്ല, നമ്മളൊരു കഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾ കുറച്ച് നേരം എന്തായാലും എല്ലാവരും, ഞാനായും ഫോൺ മാറ്റി വെച്ച ഒരാളാണ്, പക്ഷേ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാനും കാണാറുണ്ട്. അതിൽ ഞാൻ എപ്പോഴും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഇതുപോലത്തെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ അത് എന്നിലേക്ക് പിന്നെയും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നത്. അതുപോലെ എക്സസൈസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഫുഡ് ആയിരിക്കാം, പക്ഷെ നമുക്ക് ഫുഡ് നമ്മൾ ആ ഒരു ഇഷ്ടത്തോടു കൂടി, ഞാൻ ചില ചാനലിലൊക്കെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, അവരൊക്കെ ഡയറ്റ് ചെയ്യുന്ന ഒരു സ്മൂത്തീസും കാര്യങ്ങളും അതിൻ്റെ ടേസ്റ്റൊക്കെ വർണ്ണിച്ച് പറഞ്ഞ് കഴിക്കുന്ന കാണുമ്പോൾ വിചാരിക്കും നമ്മൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളതിനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുകയാണെങ്കിലല്ലോ നമ്മുടെ ലൈഫിൽ അത് നമ്മളുടെ ഒരു ഹാബിറ്റ് ആവും. നമ്മൾക്ക് അത് മതി, അതാണ് നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറും കേട്ടോ. അപ്പോൾ ഹാബിറ്റാക്കുക. അതേപോലെ തന്നെ ഇൻട്രസ്റ്റോടുകൂടെ ചെയ്യാനും നമ്മളെപ്പോഴും ഹാർഡ് വർക്കോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ ലൈഫിനൊരു പ്രോഗ്രസ് ഉണ്ടാവണം എന്ന് ചോദിച്ച് കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഈ ഒരു ജേർണി ഇങ്ങനെ പോകും കേട്ടോ. നിങ്ങളുടെ ലൈഫ് ഈ വർഷം അവസാനം തൊട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ഓരോ വർഷങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആയിരിക്കും, അല്ലെങ്കിൽ ഗുഡ് സെൽഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന കാര്യമായിട്ടോ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്.